നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. തൃക്കൂരിൽ 3 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് സംബന്ധിച്ച് കർഷകരിൽ നിന്ന് വ്യാപകമായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. വേലുപ്പാടം പുലിക്കണിയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. ഭീതിയിൽ നാട്ടുകാർ. അളഗപ്പ് നഗർ പച്ചടിപ്പുറത്ത് വീട് കയറി ആക്രമണം. 4 വീടുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. BJP പ്രവർത്തകരാണ് പിന്നിലെന്ന് CPM ആരോപിച്ചു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി പണികഴിപ്പിക്കുന്ന 2 നില കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അളഗപ്പ് നഗർ പഞ്ചായത്തിലെ വെണ്ടൂർ കനാൽ പാലം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തെയ്യാലക്കൽ ഉദ്ഘാടനം ചെയ്തു. ചെങ്ങാനൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ 79ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയിലൂടെ വരുന്ന വാഹനയാത്രക്കാർക്കായി അധികൃതർ സ്ഥാപിച്ച ദിശാ ബോർഡിൽ മാളയുടെ പേരില്ലാത്തത് യാത്രക്കാർക്ക് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. ദൂരദിക്കുകളിൽ നിന്ന് വരുന്ന വാഹനയാത്രക്കാർ വഴി അറിയാതെ ദുരിതമനുഭവിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. തൃക്കൂരിൽ 3 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് സംബന്ധിച്ച് കർഷകരിൽ നിന്ന് വ്യാപകമായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. മതിക്കുന്ന് പൊന്നൂക്കര പാടശേഖരത്തിൽ വെച്ച് വ്യാഴാഴ്ച രാത്രി 12:30 സംഭവം. അംഗീകൃത ഷൂട്ടറായ KP ജെയിംസ് ആണ് തൃക്കൂർ പഞ്ചായത്തിന്റെ നിർദ്ദേശാനുസരണം പന്നികളെ വെടിവെച്ചത്. വാർഡംഗം മോഹനൻ തൊഴുക്കാട്ടിൽ നേതൃത്വം നൽകി. കർഷകരായ ബൈജു നെല്ലിശ്ശേരി, രാജു കിഴക്കൂടൻ, അഖിൽ, പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ എന്നിവരും പന്നികളെ പിടികൂടാൻ സഹായിച്ചു. വനവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. കാട്ടുപന്നികളെ മണ്ണെണ്ണയൊഴിച്ച് മറവ് ചെയ്തു. വേലുപ്പാടം പുലിക്കണ്ണി ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പുലിക്കണ്ണി ചോലക്കൽ കബീർ, സഹോദരൻ ഇസ്ഹാഖ് എന്നിവരുടെ വീട്ടുപറമ്പിലാണ് കാട്ടാനകൾ ഇറങ്ങിയത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം. തെങ്ങും കവുങ്ങും വാഴകളും ആനകൾ നശിപ്പിച്ചു. മരങ്ങൾ ഒടിക്കുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. വീടിനോട് ചേർന്നുള്ള പറമ്പിൽ 2 ആനകളാണ് ഇറങ്ങിയത്. ആനകളെ കണ്ട് ഭയന്ന വീട്ടുകാർ പുറത്തിറങ്ങിയില്ല. പറമ്പിന് ചുറ്റിലും ചിഹ്നം വിളിച്ചാണ് ആനകൾ നിന്നതെന്ന് പറയുന്നു. പാലപ്പള്ളി പ്രദേശത്ത് മാസങ്ങളായി തമ്പടിച്ചിരുന്ന ആനക്കൂട്ടത്തിൽ നിന്നും കൂട്ടം തെറ്റിയ ആനകളാണ് ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നത്. കഴിഞ്ഞ ദിവസം ഈ ആനകൾ ജ്യൂങ് ടോളി കമ്പനിയുടെ മാനേജറുടെ ക്വാർട്ടേഴ്സ് പറമ്പിൽ ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു. പാലപ്പള്ളി മേഖലയിലെ ആനക്കൂട്ടം കാടുകയറിയെങ്കിലും ഇതിൽ നിന്നും കൂട്ടം തെറ്റി ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിയ ആനകൾ നാട്ടുകാരെ ആശങ്കയിലാക്കുകയാണ്. അളഗപ്പ് നഗർ പച്ചളിപ്പുറത്ത് വീട് കയറി ആക്രമണം. 4 വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. BJP പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM ആരോപിച്ചു. 7ാം വാർഡംഗം PS പ്രീജു, കിഴക്കൂടൻ പ്രദീപ്, ചീരമ്പത്ത് സുനിൽ, പള്ളിപ്പ മഠത്തിൽ നിതിൻ എന്നിവരുടെ വീടുകളാണ് ആക്രമിക്കപ്പെട്ടത്. വീടുകളുടെ വാതിലുകളും ജനലുകളും തകർത്തിട്ടുണ്ട്. വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു വാതിലുകളും ജനലുകളും തകർത്തത്. വീടുകളിൽ 2 പേരെത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചും കുട്ടികളെയും സ്ത്രീകളെയും ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് 2 പേരെ പുതുക്കാട് പോലീസ് സാഹസികമായി പിടികൂടി. പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയും വടിവാൾ ഉൾപ്പെടെയുള്ളവയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി പണി കഴിപ്പിക്കുന്ന 2 നില കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷനായി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സജിത രാജീവ്, പോൾസൺ തെക്കുംപീടിക, ബ്ലോക്ക് സെക്രട്ടറി KK നിഖിൽ, പുതുക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സൈമൺ ടി ചുങ്കത്ത് എന്നിവർ പ്രസംഗിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ മേഖലയിലും ഇടപെടുന്നത് പോലെ തന്നെ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഈ താലൂക്ക് ആശുപത്രിയിലും മികച്ച ഇടപെടൽ നടത്തുകയാണ്.
താലൂക്ക് ആശുപത്രിയുടെ പേര് ഉണ്ടെങ്കിലും താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഇനിയും നമ്മുടെ ഈ ആരോഗ്യ സ്ഥാപനം ഉയർന്നിട്ടില്ല എന്ന കുറവ് നിലനിൽക്കുന്നുണ്ട്. അളഗപ്പ് നഗർ പഞ്ചായത്തിലെ വെണ്ടൂർ കനാൽ പാലം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായിരുന്നു. വാർഡംഗം സനൽ മഞ്ഞളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എം ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഭാഗ്യവതി ചന്ദ്രൻ, ജിജോ ജോൺ, ദിനിൽ പാലപ്പറമ്പിൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ കിമി ബോസ്, പഞ്ചായത്ത് സെക്രട്ടറി പി ബി സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. 14.5 ലക്ഷം രൂപ ചിലവിലായിരുന്നു നിർമ്മാണം. ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ 79ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകൻ പി വി പോളി, അനധ്യാപകൻ കെ കെ ഫ്രാൻസിസ് എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദന കർമ്മം തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജിജോ മുരിങ്ങാത്തേരി, പ്രധാനാധ്യാപിക ലേഖ ഡേവിസ് കാട്ടുമാത്ത്, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ്, വാർഡംഗം പ്രീതി ബാലകൃഷ്ണൻ, ഫാദർ പ്രകാശ് പുത്തൂർ, പി ടി എ പ്രസിഡന്റ് വി ആർ രബീഷ്, എം പി ടി എ പ്രസിഡന്റ് അമ്പിളി ഹരി, സ്റ്റാഫ് സെക്രട്ടറി ഉഷ വർഗീസ് തേലേക്കാട്ട്, പി വി ജോസഫ്, കെ നന്ദിനി, ഒ എസ് ഒ പ്രതിനിധി ഉണ്ണികൃഷ്ണൻ കീടായിൽ, ജനറൽ കൺവീനർ പി ഡി ആൻഡ്രു, പ്രിൻഡോ തോമസ് പനംകുളത്തുകാരൻ, ടി വി ഷാജു, പി വി പോളി, കെ കെ ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം നാടൻപാട്ട് കലാകാരൻ സിൻഡോ ചാലക്കുടി നിർവഹിച്ചു. പക്ഷെ അക്കാദമിക മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അക്കാദമികമായ ഒരു ധാരണ ഓരോ സ്കൂളിലും ഉണ്ടാകും. അവരെങ്ങനെ പോകുന്നുവെന്ന്, എങ്ങനെ മുന്നോട്ട് വരുമെന്ന്, എത്ര കുട്ടികൾ പഠിക്കുമെന്ന്, എത്ര പേർക്ക് വിദ്യാഭ്യാസ നേട്ടമുണ്ടാകുമെന്ന് സ്കൂളിന്റെ അക്കാദമിക നിലവാരം. അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും കൂടി ഉള്ള 3 ചടങ്ങുകളായിട്ടാണ് നമ്മൾ നടത്തുന്നത്. സ്കൂൾ വാർഷികവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വലിയ കലാപരിപാടികളും അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുക എന്നുള്ളത് ഒരു വർഷത്തിൽ അവസാനമായി എല്ലാ സ്കൂളുകളിലും നടത്തി വരിക. ഞങ്ങൾ മിടുക്കനായ കുട്ടികളാണ് എന്ന് തെളിയിച്ചിരിക്കണം. പ്രത്യേകം അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ദേവാലയ മണിയോടൊക്കെയും അതായത് അത് തരുന്നൊരു സന്ദേശമുണ്ട്. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര ഉദ്ഘാടനം നിർവഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകൻ പി ജെ ബേണി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ സി ഷീല തോമസ്, ഷീബ തോമസ് കവളക്കാട്ട്, എൻ സൂസി ആന്റണി, സ്കൂൾ ജീവനക്കാരി എ ടി മേഴ്സി എന്നിവർക്ക് യാത്രയയപ്പും ചടങ്ങിലുണ്ടായിരുന്നു. സുവോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ പ്രിൻസിപ്പൽ ഗിൽസ് എ പല്ലനെയും 25 വർഷം പൂർത്തിയാക്കിയ അധ്യാപകരെയും ആദരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത്, പ്രിൻസിപ്പൽ ഗിൽസ് എ പല്ലൻ, പി ടി എ പ്രസിഡന്റ് ഷാജു മാടമ്പി, പ്രധാനാധ്യാപകൻ എം യൂജിൻ പ്രിൻസ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൽജോ പുളിക്കൻ, പഞ്ചായത്ത് അംഗം സെബി കൊടിയൻ, പുതുക്കാട് സെയിന്റ് ആന്റണീസ് ഫെറോന പള്ളി ട്രസ്റ്റി റപ്പായി കാളൻ, സെയിന്റ് ആന്റണീസ് എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക ലൈസി ജോൺ, സെയിന്റ് സേവിയേഴ്സ് CUP സ്കൂൾ പ്രധാനാധ്യാപകൻ ക്രിസ്ത്യൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു. തൃശ്ശൂർ അതിരൂപത കോർപ്പറേറ്റ് ഏജൻസിയുടെ കീഴിലുള്ള സ്കൂളുകളിൽ വളരെ പ്രസിദ്ധി ആർജിച്ച സ്കൂളുകളിൽ ഒന്നാണ് ഈ സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതുക്കാട്. നമ്മുടെ സ്കൂൾ വാർഷികവും അതുപോലെ തന്നെ യാത്രയപ്പ് സമ്മേളനങ്ങളും ഡിസംബർ മാസം മുതൽ തുടങ്ങി അത് തുടരുകയാണ്. നമ്മുടെ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് 10 സ്കൂളുകളാണ് പ്രൈമറി തലം മുതൽ. നമുക്കറിയാം, നമ്മുടെ ഏത് കാര്യങ്ങളിലും സ്കൂളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് നമ്മൾ ഏത് കാര്യങ്ങളിലും സമീപിക്കുമ്പോൾ ദേശീയപാതയിലൂടെ വരുന്ന വാഹനയാത്രികർക്കായി അധികൃതർ സ്ഥാപിച്ച ദിശ ബോർഡിൽ മാളയുടെ പേരില്ലാത്തത് യാത്രക്കാർക്ക് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. തൃശൂർ മണ്ണൂത്തി ഭാഗങ്ങളിൽ നിന്നും മാളയിലേക്ക് വരുന്ന വാഹനങ്ങൾ കൊടകര ശാന്തി ജംഗ്ഷനിൽ നിന്നും സർവീസ് റോഡിലൂടെ ഫ്ലൈ ഓവർ ജംഗ്ഷനിലെത്തിയ ശേഷം ആളൂർ റോഡ് വഴിയാണ് മാളയിലേക്ക് പോകേണ്ടത്. എന്നാൽ ഇക്കാര്യം സൂചിപ്പിക്കുന്ന ദിശാ ബോർഡുകളൊന്നും തന്നെ ദേശീയപാതയിൽ കാണാനാകില്ല. ഇതുമൂലം ദൂരദിക്കുകളിൽ നിന്നും വരുന്ന വാഹനയാത്രക്കാർ പലപ്പോഴും വഴിയറിയാതെ ദുരിതം അനുഭവിക്കുന്നുണ്ട്.
തൃശൂർ മണ്ണുത്തി ഭാഗങ്ങളിൽ നിന്നും വരുമ്പോൾ കൊടകര എത്തുന്നതിന് മുൻപായി ഉളമ്പത്തുകുന്നിൽ നിന്നാണ് മാള ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ തിരിയേണ്ടത്. ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള വലിയ ബോർഡിൽ കൊടുങ്ങല്ലൂരിൻ്റെ പേരുണ്ടെങ്കിലും മാളയുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് മാളയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ സർവീസ് റോഡിലേക്ക് തിരിയാതെ നേരെ മേൽപ്പാലം വഴി മുന്നോട്ട് പോകുവാൻ ഇടയാക്കാറുണ്ട്. മേൽപ്പാലം കടന്ന് ഗാന്ധിനഗറിലോ പെരിങ്ങാംകുളത്തോ എത്തുമ്പോഴാണ് വഴി തെറ്റിയതായി പലരും മനസ്സിലാക്കുന്നത്. ഈ ഭാഗത്ത് യൂട്ടേൺ ഇല്ലാത്തതിനാൽ പേരാമ്പ്രയിൽ ചെന്ന് വാഹനം തിരിച്ചു വീണ്ടും കൊടകരയിലെത്തി മാളയിലേക്ക് പോകേണ്ടി വരാറുണ്ട്. ഉളുമ്പത്തുകുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ ദിശാ ബോർഡിൽ മാളയുടെ പേരുകൂടി ചേർത്താൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെങ്കിലും ഇതിനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ശിവഗിരി മഠത്തിലെ അവസാന മഠാധിപതിയായിരുന്ന ശങ്കരാനന്ദ സ്വാമികളുടെ സമാധി ദിനം ആചരിച്ചു. വടക്കേത്തുറവ് സുബ്രഹ്മണ്യ ക്ഷേത്ര സമിതി, കോമത്തുകാട്ടിൽ കുടുംബ ട്രസ്റ്റ്, SNDP യോഗം പുതുക്കാട് യൂണിയൻ, തൃശൂർ ജില്ലാ ഗുരുധർമ്മസഭ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് നടന്നത്. SNDP യോഗം പുതുക്കാട് യൂണിയൻ സെക്രട്ടറി TK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സുബ്രഹ്മണ്യ ക്ഷേത്ര സമിതി പ്രസിഡന്റ് സെൽവരാജ് അധ്യക്ഷനായി. നീലേശ്വരം ആശ്രമ സെക്രട്ടറി അദ്വൈവദാനന്ദ തീർത്ഥസ്വാമികൾ, പേരാമ്പ്ര ശ്രീനാരായണ ഗുരു ചൈതന്യമഠം സെക്രട്ടറി ചൈതന്യ സരസ്വതി സ്വാമികൾ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കോമത്തുകാട്ടിൽ കുടുംബ ട്രസ്റ്റ് പ്രസിഡന്റ് KM ബേബി, കോമത്തുകാട്ടിൽ കുടുംബ ട്രസ്റ്റ് സെക്രട്ടറി രജത്ത് നാരായണൻ, GDPS ജില്ലാ പ്രസിഡന്റ് KK ചന്ദ്രശേഖരൻ, GDPS ജില്ലാ സെക്രട്ടറി KU വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. നമുക്കറിയാം, നമ്മുടെ അടുത്ത നാട്ടിൽ കുർമാലിയിൽ 1886 മീനമാസത്തിലെ പുരാണം നാളിൽ ജനിച്ച ശ്രീമാൻ നമ്മുടെ ദിവ്യശ്രീ കോമത്തുകാട്ടിൽ ട്രസ്റ്റുകാർ ഇങ്ങനൊരു ചടങ്ങ് നടത്തണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ അത് വളരെയധികം സന്തോഷപൂർവ്വം ചെയ്യാൻ അവർ പ്രേരിപ്പിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾ കുറച്ചും കൂടി വീട്ടുകാർ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മുന്നേ ആനന്ദ സ്വാമികൾ സമാധി ആയിട്ട് 47 വർഷം ഇന്ന് പൂർത്തീകരിക്കുന്ന ഒരു സുദിനമാണ്. സുദിനം എന്ന് തന്നെ നമുക്ക് പറയാം. എന്താണെന്ന് വെച്ചാൽ ഇന്ന് കാണുന്ന നമ്മുടെ എല്ലാ സുഖസൗകര്യങ്ങൾക്കും ജില്ലാ കളക്ടറുടെ മദ്യവിമുക്ത കേരളം പ്രഖ്യാപനത്തിന് പിന്തുണയായി കളക്ടർക്ക് ആശംസാ കാർഡുകൾ അയച്ച് പള്ളിക്കുന്ന് മദ്യവിരുദ്ധ സമിതി. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയ്ക്ക് ആശംസാ കാർഡ് പോസ്റ്റ് ചെയ്യുന്ന പരിപാടി തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ ദേവസി പന്തലുകാരൻ ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കുന്ന് ഇടവക വികാരി ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. രൂപത ഫെറോന ഇടവക മദ്യവിരുദ്ധ സമിതി പ്രസിഡന്റ് VM അഗസ്റ്റിൻ, പഞ്ചായത്ത് അംഗം ജോൺ തുലാപ്പറമ്പിൽ, CJMA ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക പ്രതിനിധി സിജി, PDA പ്രസിഡന്റ് PC ജോസ്, മദ്യവിരുദ്ധ സമിതി പള്ളിക്കുന്ന് യൂണിറ്റ് സെക്രട്ടറി എഡ്വിൻ ആന്റണി എന്നിവർ സന്നിഹിതരായിരുന്നു. പോസ്റ്റ് മാസ്റ്റർ ഹരിക്ക് പോസ്റ്റ് കാർഡുകൾ കൈമാറി. പ്രകൃതി ഒരു അനുഭവമാകുന്ന ഇടങ്ങളെ പരിചയപ്പെടുത്തി വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂൾ. ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാൽ സമ്പന്നമായ വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിലെ വർണ്ണത്തുമ്പികളുടെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വർണ്ണക്കൂടാരമായി SSK തിരഞ്ഞെടുത്ത പദ്ധതി കൂടിയാണ് വല്ലച്ചിറ സ്കൂളിലേത്. കൂടാതെ സംസ്ഥാനത്ത് ആദ്യമായി പ്രത്യേക ഓർഡർ പ്രകാരം MLA ഫണ്ട് കൂടി വിനിയോഗിച്ച് വർണ്ണത്തുമ്പികൾ ഒരുക്കുന്ന ആദ്യ വിദ്യാലയം കൂടിയാണിത്. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 4.9 ലക്ഷം രൂപയും SSKയിൽ നിന്ന് 10 ലക്ഷം രൂപയും വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയ 5 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് വർണ്ണത്തുമ്പികൾ നിർമ്മിച്ചത്. പൈനാപ്പിൾ ആകൃതിയിലുള്ള കവാടം, അതിമനോഹരമായ പാറക്കെട്ടുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടം, വായനയ്ക്കായി ഏറുമാടം തുടങ്ങിയ നിരവധി കൗതുകങ്ങളും പ്രത്യേകതകളും ഒളിപ്പിച്ച വിവിധ തീമുകളും ഉള്ള 13 ഇടങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK ബാലകൃഷ്ണൻ, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സന്ധ്യ കുട്ടൻ, ബ്ലോക്ക് അംഗം സജീവൻ എന്നിവർ പ്രസംഗിച്ചു. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്കായി സൗഹൃദ സമേതം സ്കൂൾ വെൽനസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. കുട്ടികളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് അംഗം NP അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മഞ്ജു സജി അധ്യക്ഷത വഹിച്ചു. സൗഹൃദ കോർഡിനേറ്റർ ധന്യ രാജശേഖരൻ ക്ലാസ് എടുത്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് CR മിനി, സീനിയർ അസിസ്റ്റന്റ് ചാൾസ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്നാരോപിച്ച് DYFIയുടെ നേതൃത്വത്തിൽ ജനുവരി 20 സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം DYFI പുതുക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു.
ജാഥ ക്യാപ്റ്റൻ ആൽബിൻ ചാക്കോ കാൽനട പ്രചരണ ജാഥ നയിച്ചു. ഇ.എ. ഡിനുവാണ് വൈസ് ക്യാപ്റ്റൻ. ഷാൻലി ഷാജനാണ് മാനേജർ. സരിത രാജേഷ് പതാക കൈമാറി ജാഥ ഉദ്ഘാടനവും അഖിൽ ബാബു സമാപന പൊതുയോഗവും ഉദ്ഘാടനം ചെയ്തു. PR വിഷ്ണു, KS അരുൺ, റിൽജോ റപ്പായി, ശ്വേത സാഗർ, PT വിപിൻ, TS സന്തോഷ്, സുമ ഷാജു, ശ്രീധരൻ, ഷാബു, PV മണി എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് പാലാഴി അമ്പലക്കടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരജ്യോതി ഉത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠത്തിലെ സ്വാമി നന്ദാത്മജാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഊരകം സഞ്ജീവനി സമിതി പ്രസിഡന്റ് KG അച്യുതൻ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് SHO UH സുനിൽദാസ് സമാദരണം നടത്തി. ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ C പരമേശ്വരൻ, കുന്നം വിഷ്ണു നമ്പൂതിരി, ഉല്ലാസ് അയ്യഞ്ചിറ എന്നിവർ പ്രസംഗിച്ചു. തലൂർ സർവീസ് സഹകരണ സംഘം തിരഞ്ഞെടുപ്പിൽ വിജയിച്ച BKMU മണ്ഡലം പ്രസിഡന്റ് K സത്യവർദ്ധൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സുജ ആന്റണി, EG സന്തോഷ് എന്നിവർക്ക് BKMU നെന്മണിക്കര പഞ്ചായത്ത് കമ്മിറ്റി സ്വീകരണം നൽകി. മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ, സെക്രട്ടേറിയറ്റ് അംഗം TK ഗോപി, ലോക്കൽ സെക്രട്ടറി KV മണിലാൽ, VR സുരേഷ്, NJ ജിജേഷ് എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിലെ മനഃശാസ്ത്ര വകുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ദ്വിദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. മാനസികാരോഗ്യ മേഖലയിലെ നൂതന സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിലാണ് ദേശീയ സെമിനാർ നടന്നത്. SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് മേധാവി ബാസി സുകുമാരൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്ഥാപക മാനേജർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ബിനു പി ചാക്കോ, വകുപ്പ് മേധാവിയും സെമിനാർ കോർഡിനേറ്ററുമായ മിലു മരിയ ആന്റോ, അസോസിയേറ്റ് പ്രൊഫസർ നൈസ് മേരി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ നിന്നായി വിദ്യാർത്ഥികളും 300ഓളം അധ്യാപകരും ഗവേഷക വിദ്യാർത്ഥികളും പങ്കെടുത്തു. അഖിലേന്ത്യാ അന്തർ സർവകലാശാല യോഗ ചാമ്പ്യൻഷിപ്പിൽ രണ്ടാമത്തെ വ്യക്തിഗത ചാമ്പ്യനായി തെരഞ്ഞെടുക്കപ്പെട്ട പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിലെ CM അനുഷയ്ക്ക് കോളേജിൽ സ്വീകരണം നൽകി. ചടങ്ങിൽ പ്രചോദി നികേതൻ കോളേജ് സ്ഥാപക മാനേജർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അനുഷയെ സ്വീകരിച്ചു. പ്രിൻസിപ്പൽ ബിനു പി ചാക്കോ ആദരിച്ചു. കായിക വകുപ്പ് മേധാവി ബിജിത വിൻസൻ സ്വാഗതം ആശംസിച്ചു. BKMU സംസ്ഥാന വ്യാപകമായി വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിൽ ജനുവരി 18 സംഘടിപ്പിക്കുന്ന സമരത്തിന് മുന്നോടിയായി നെന്മണിക്കര വില്ലേജ് സമര സംഘാടക സമിതി രൂപീകരിച്ചു. മണ്ഡലം സെക്രട്ടറി PM നിക്സൺ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജ ആന്റണി അധ്യക്ഷയായിരുന്നു. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം TK ഗോപി, ലോക്കൽ സെക്രട്ടറി KV മണിലാൽ, VR സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം PT രാജേഷ്, സെക്രട്ടറി NJ ജിജേഷ്, IV അശോകൻ എന്നിവർ പ്രസംഗിച്ചു. 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ ആനന്ദപുരം ആയുർവേദ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പള്ളി കല്ലിടൽ കർമ്മം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KU വിജയൻ, പഞ്ചായത്ത് സെക്രട്ടറി റെജി പോൾ, പഞ്ചായത്ത് അംഗങ്ങളായ AS സുനിൽകുമാർ, നിജി വത്സൻ, നിഖിത അനൂപ്, മനീഷ മനീഷ്, മണി സജയൻ, CDS ചെയർപേഴ്സൺ സുനിത രവി, ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രഞ്ജിത്ത് നമ്പൂതിരി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിമി സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 21 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം ഉയരുന്നത്. ചേർപ്പ് സബ് ജില്ലാ കായിക മത്സരത്തിൽ LP കിഡീസ് ബോയ്സ് വിഭാഗം ഓവറോൾ 1ാം സ്ഥാനവും ബോയ്സ് ഗേൾസ് വിഭാഗത്തിൽ 3ാം സ്ഥാനവും നേടി തൃക്കൂർ GLP സ്കൂൾ ടീം. ലോങ് ജംപ്, റിലേ എന്നിവയിൽ 1ാം സ്ഥാനവും 50 മീറ്റർ, 100 മീറ്റർ ഓട്ട മത്സരത്തിൽ 1ാം സ്ഥാനവും നേടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുതുക്കാട് യൂണിറ്റ് സമ്മേളനം പുതുക്കാട് പെൻഷൻ ഭവൻ ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച രാവിലെ 9:30 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് MV യതീന്ദ്രദാസ് അധ്യക്ഷത വഹിക്കും. രോഗബാധിതനായ ഗൃഹനാഥൻ ചികിത്സയ്ക്കായി സഹായം തേടുന്നു. രോഗബാധിതനായ ഗൃഹനാഥൻ ചികിത്സയ്ക്കായി സഹായം തേടുന്നു. മട്ടത്തൂർ പഞ്ചായത്തിലെ കോരേച്ചാലിൽ താമസിക്കുന്ന വെട്ടിയാടൻ 44 വയസ്സുള്ള ബെന്നിക്ക് വലതുകൈയുടെ ലിഗ്മെന്റ്, ഞരമ്പുകൾ എന്നിവ വേർപെട്ടത് മൂലം എത്രയും പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തണം. നിർധന കുടുംബത്തിന് ചികിത്സാ ചെലവ് താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. വാർഡംഗം ഷൈനി ബാബുവിൻ്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചു. ധനശേഖരണത്തിനായി ഫെഡറൽ ബാങ്കിൻ്റെ കോടാലി ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 1700100015172172, IFSC കോഡ് FDRL
001700. ഗൂഗിൾ പേ നമ്പർ 9846338033. കാലാവസ്ഥ. ഇന്ന് കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. മറ്റത്തൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിലവിലുള്ള 2 മെഡിക്കൽ ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ യോഗ്യരായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. MBBS-ഉം TCMC രജിസ്ട്രേഷനുമാണ് യോഗ്യത. താൽപര്യമുള്ളവർ അപേക്ഷ, സർട്ടിഫിക്കറ്റ്, ഡിഗ്രി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം ഈ മാസം 15-ന് 2 മണിക്ക് മുൻപായി ലഭിക്കുന്ന രീതിയിൽ സൂപ്രണ്ട്, മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം, പാടി, PO 680699 എന്ന വിലാസത്തിലോ chcmattattur@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അയക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 9447669681. എറണാകുളത്തെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ബൈൻഡിംഗ്, റീപ്രൊഡക്ഷൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിന് സംവരണം ചെയ്ത ഒരു സ്ഥിരം ഒഴിവുണ്ട്. യോഗ്യത പ്രിന്റിംഗ് ടെക്നോളജിയിൽ 1ാം ക്ലാസ് BTech BE ബിരുദം, പ്രിന്റിംഗ് മേഖലയിൽ 5 വർഷം കുറയാത്ത തൊഴിൽ പരിചയം, അല്ലെങ്കിൽ പ്രിന്റിംഗ് ടെക്നോളജിയിലുള്ള 3 വർഷത്തെ 1ാം ക്ലാസ് ഡിപ്ലോമയും 8 വർഷത്തിൽ കുറയാത്ത തൊഴിൽ പരിചയവും. പ്രായപരിധി 18-നും 36-നും ഇടയിൽ. താൽപര്യമുള്ളവർ ജനുവരി 15-നകം ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0484-231-2944. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. നന്ദിക്കര ഒറ്റാലെ പരേതനായ പീതാംബരൻ ഭാര്യ സരോജിനി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി ജയന്തി, ജയൻ എന്നിവർ മക്കളും സത്യൻ, ബിന്ദു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. തൃക്കൂരിൽ 3 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് സംബന്ധിച്ച് കർഷകരിൽ നിന്ന് വ്യാപകമായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. വേലുപ്പാടം പുലിക്കണിയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു, ഭീതിയിൽ നാട്ടുകാർ. അളഗപ്പ് നഗർ പച്ചളിപ്പുറത്ത് വീട് കയറി ആക്രമണം. 4 വീടുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. BJP പ്രവർത്തകരാണ് പിന്നിലെന്ന് CPM ആരോപിച്ചു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി പണികഴിപ്പിക്കുന്ന 2 നില കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അളഗപ്പ് നഗർ പഞ്ചായത്തിലെ വെണ്ടൂർ കനാൽ പാലം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തെയ്യാലക്കൽ ഉദ്ഘാടനം ചെയ്തു. ചെങ്ങാനൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ 79ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയിലൂടെ വരുന്ന വാഹനയാത്രക്കാർക്കായി അധികൃതർ സ്ഥാപിച്ച ദിശാ ബോർഡിൽ മാളയുടെ പേരില്ലാത്തത് യാത്രക്കാർക്ക് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. ദൂരദിക്കുകളിൽ നിന്ന് വരുന്ന വാഹനയാത്രക്കാർ വഴി അറിയാതെ ദുരിതമനുഭവിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30-ന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.